ഹായ് അറ്റ്ലസ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിഗ്ന. അപ്പോൾ ഇന്ന് കുറച്ച് ചേഞ്ചൊക്കെ തോന്നില്ലേ, സൗണ്ട് കുറച്ചും കൂടി നന്നായി കേൾക്കുന്നൊക്കെയില്ല. അപ്പോൾ എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കമൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു സൗണ്ട് ഓഡിയബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ മൈക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വയറ് നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, അത് ഫോണിന് ഡയറക്റ്റ് കണക്ട് ചെയ്തതിനൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്, ആക്രിലിക് പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നീക്സും അതിൻ്റെ ടേംസൊക്കെയാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. അതേപോലെ ഞങ്ങൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കൊറോണ ആൻഡ് ഓൾ അബൌട്ട് കൊറോണ എന്ന് പറഞ്ഞിട്ട്. അതൊരു ടൈം ലാപ്സ് പെയിൻറ്റിങ് ആണ് കൊറോണ വൈറസിൻ്റെ. അതിൻ്റെ കൂടെ ഞങ്ങളൊരു നറേഷനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പ്ലീസ് ഡു കമൻറ്റ്സ് ബിലോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. അതേപോലെ പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അണ്ടർ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അണ്ടർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിന് മൊത്തം ഒരു കളർ കൊണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ കൊണ്ട് ടോൺ ചെയ്യും. എന്നിട്ട് ആ ടോണിൽ ഓരോ കളർ വാല്യൂ അനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്ത് വന്നിട്ടാണ് അതിനെ കളർ പെയിൻറ്റിംഗ് ആക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തൊരു ചിത്രമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, റൈറ്റ് സൈഡിൽ ടോൺ ചെയ്തതും ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ചെയ്ത പെയിൻറ്റിങ്ങും. അപ്പോൾ അതേപോലെ ഇങ്ങനെ ടോൺ ചെയ്ത് അതിനെ കളർ വാല്യൂയിലേക്ക് എത്തിക്കുന്ന മെത്തേഡിനാണ് അണ്ടർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ബേസ് കോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന്. ബേസ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിയിൽ വരുന്ന കോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്ങിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഗ്രാസ് ഷ്രബ്സിന് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡും അതിൻ്റെ മരത്തിൻ്റെ സ്റ്റെമ്മിന് കുറച്ച് ബ്രൗണിൽ ഡാർക്ക് ഷെയ്ഡും കൊടുത്തു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് നമ്മളതിനെ റിയലിസ്റ്റിക് പെയിൻറ്റിങ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്കിൽ വരുന്ന കളറാണ് ബേസ് കോട്ട്. അത് കഴിഞ്ഞാൽ ക്രിസ് ക്രോസിങ് എന്താണെന്ന്, അതായത് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ എക്സ് മാർക്ക് ചെയ്തിട്ട് കുറച്ച് സ്പീഡ് ചെയ്യുമ്പോൾ ഈ എക്സ് കൊണ്ട് ഈ വാഷ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രിസ് ക്രോസിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ക്രിസ് ക്രോസിങ് ആണല്ലേ, വലിയൊരു ബ്രഷ് കൊണ്ട് കുറച്ച് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ സ്ട്രോക്സൊക്കെ ഒഴിവായി കിട്ടും. അത് കഴിഞ്ഞാൽ ബ്ലെൻഡിങ് എന്താണെന്ന്. ബ്ലെൻഡിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആദ്യം ഹോറിസോണലായിട്ട് നമ്മൾ ഈ സൺസെറ്റൊക്കെ ചെയ്യില്ലേ, സൺസെറ്റ് അല്ലെങ്കിൽ സ്കൈൻ്റെ ഗ്രഡേഷൻ, ഇതൊക്കെ ചെയ്യാൻ നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് 2 കളറിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡാർക്ക് കളറിന് ലൈറ്റിലേക്ക് ഒരുപാട് ബ്ലെൻഡ് ചെയ്യാൻ പോകണ്ട, ലൈറ്റ് കളറിന് ഡാർക്കിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പോവാം. അതുകൂടാതെ നമുക്ക് ടെക്സ്ചറൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു കളർ ഇട്ടിട്ടും ബ്ലെൻഡ് ചെയ്യാം. അടുത്തത് ലെയറിങ് എന്താണെന്ന്. ലെയറിങ് നമ്മൾ ചെയ്യുന്നത് ഒരു പെയിൻറ്റിങ്ങിന് ഭയങ്കര റിയലിസ്റ്റിക് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെയറിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ആദ്യം ഒരു ബേസ് കോട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആയിട്ട് വേണം അടുത്ത ലെയർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഓരോ ലെയർ ചെയ്തിട്ട് ചിത്രത്തിനെ നല്ല റിയലിസ്റ്റിക്, അതായത് ഒരു സാധനത്തിൻ്റെ ഷാഡോവും പല കളറുകളും ഒക്കെ അങ്ങനെ എല്ലാ ടോണും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് പെയിൻറ്റിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെയറിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സ്ട്രോക്സ്. അപ്പോൾ സ്ട്രോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഷിൽ പെയിൻറ്റ് ലോഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ക്യാൻവാസിനോട് അടുപ്പിച്ചിട്ട് പുൾ ഔട്ട് ചെയ്യും. അപ്പോൾ ഈ ജസ്റ്റ് പുൾ ഔട്ട് ചെയ്യുക, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പം 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് ഉണ്ട്. 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബ്രഷിൽ ഒരു കളറ് അല്ലെങ്കിൽ കൂടുതൽ കളറുകൾ നമ്മൾ ലോഡ് ചെയ്തിട്ട് വരയ്ക്കുന്നതിനാണ് 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് ഒരു ലീഫ് ചെയ്യുന്നത്. 1 സ്ട്രോക്ക് പെയിൻറ്റിങ്ങിനെ കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ പിന്നീടാം. ഇനി സ്കംപ്ലിങ് എന്താണെന്ന്. സ്കംപ്ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷ്രബ്സും മരത്തിൻ്റെ ഇലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ റൗണ്ട് പോലെ വരച്ച് സ്പീഡിൽ റൗണ്ട് പോലെ വരയ്ക്കുമ്പോൾ ഷ്രബ്സിനൊക്കെ പോലെ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പെന്നിലൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് കുത്തിട്ടിട്ട് നമ്മൾ അതിനെ ഡീറ്റെയിലേക്ക് വരുത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഒരു പീസ് വരച്ചിട്ട് അതിനകത്ത് ജസ്റ്റ് കുത്തു കൊടുത്തിട്ട് നമ്മൾ ചെറിയ പാച്ചുകൾ കൊടുത്തിട്ട് അതിന് ഡീറ്റെയിലിംഗ് കൊടുത്ത് എഫക്റ്റ് കൊടുക്കുന്നതിനാണ് സ്റ്റിപ്ലിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഡ്രൈ ബ്രഷ് എന്താണെന്ന്. ഡ്രൈ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ പെയിൻറ്റ് ലോഡ് ചെയ്യും,
വരച്ചിട്ട് ഏത് വരെ നമുക്ക് പെയിൻറ്റ് കിട്ടുന്നോ അതുവരെ നമ്മൾ വരയ്ക്കും. അതുണ്ടോ, മൂന്നാമത്തെ ലൈൻ വരച്ചപ്പോൾ അതിൽ പെയിൻ്റ് ഇല്ല. അപ്പോൾ അതേപോലെ നമ്മൾ കുറച്ചധികം പെയിൻറ്റ് ലോഡ് ചെയ്യും, എന്നിട്ട് വരച്ചുകൊണ്ടിരിക്കും, അതിൽ പെയിൻറ്റ് തീരുന്ന വരെ നമ്മൾ വരയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നൈഫ് പെയിൻറ്റിംഗ് ആണ്. നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ 4 വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തു. അതിലൊന്ന് നൈഫ് പെയിൻറ്റിങ്ങിൻ്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ഷുവറായിട്ടും കാണുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വീഡിയോസ് ഉണ്ട് നൈഫ് പെയിൻറ്റിങ്സ് ആയിട്ട്. ഒരു 3 പെയിൻറ്റിങ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ അതും കാണുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.